പ്രവാസിയുടെ നൊമ്പരം ഭാഗം 2. മോളെ, നീ ഇങ്ങനൊന്നും നമ്മുടെ ഉപ്പാന്റെ മുന്നിൽ നിന്ന് പറയരുത്. ഉപ്പാക്ക് വിഷമാവൂലേ? ഇക്കാക്ക, ഞാൻ മോള് സങ്കടപ്പെടാൻ പറഞ്ഞതല്ല. മോള് വിവരമുള്ള കുട്ടിയല്ലേ. ഉപ്പാൻ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാൻ പാടില്ല. ഇക്കാക്കാന്റെ മൊഞ്ചത്തിക്കുട്ടി നമ്മുടെ വീട്ടിലെ വിളക്കല്ലേ. ഒന്ന് പോ ഇക്കാക്ക, സോപ്പിങ്ങൊന്നും വേണ്ട. കുസൃതിയോടെ അവനൊന്ന് നോക്കിയിട്ട് അവൾ ഓടി മറഞ്ഞു. അവള് കുഞ്ഞിക്കാല് കുലുക്കി അവൾ ഓടുന്നത് കണ്ട് നിറഞ്ഞ ചിരിയോടെ അവൻ നിന്നു. വയസ്സ് 18 ആയെങ്കിലും തനിക്ക് അവൾ എന്നും മോണ കാട്ടി ചിരിക്കുന്ന കുഞ്ഞുമോളാണ്. താനും അവളും 7 വയസ്സിന്റെ മാറ്റമുണ്ട്. മോനെ, നിനക്ക് സ്നേഹിക്കാൻ ഒരു കുഞ്ഞുവാവ് വരുന്നുണ്ടെന്ന് ഉമ്മച്ചി എപ്പോഴും പറയുമായിരുന്നു. അപ്പോഴൊക്കെ ഒരു അനിയത്തിക്കുട്ടി മതിയെന്ന് ആഗ്രഹിച്ചിരുന്നു. തൻ്റെ ആഗ്രഹം പോലെ ആയിരുന്നു അവളുടെ വരവ്. പിന്നെ എല്ലാത്തിനും അവൾക്ക് എന്നെ വേണമായിരുന്നു. അങ്ങനെ കൊഞ്ചിച്ച് വളർത്തിയ തൻ്റെ അനിയത്തിക്കുട്ടി ഇന്ന് മറ്റൊരുവന് സ്വന്തമാവാൻ പോകുന്നു. ഓരോന്നോർത്ത് അവൻ അങ്ങനെ നിന്നു. ഉമ്മ വന്ന് കൈ തട്ടിയപ്പോഴാണ് സ്വപ്നലോകത്താണ് താനെന്ന് അജുവിന് മനസ്സിലായത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ചെക്കന് വന്ന് പെണ്ണിനെ കണ്ടുപോയതിനു ശേഷം വീട്ടുകാരും വന്നു. പൂമോൾ എല്ലാവർക്കും ഇഷ്ടായി. അങ്ങനെ പൂമോളുടെ വിവാഹത്തിന് വന്നെത്തി. ഒരാഴ്ച കൂടെയുണ്ട്. പൂമോളുടെ കല്യാണ പരിപാടികൾ വീട്ടിൽ തകൃതിയായി നടക്കുന്നു. അജുവിന്റെ ഫ്രണ്ട്സും കുടുംബവും എല്ലാവരും ഒത്തൊരുമയോടെ ആ വീട്ടിലെ ഓരോ ജോലിയുമായി ഓടി നടക്കുന്നു. പൂമോൾക്ക് കുറച്ച് സ്വർണം ഒപ്പിക്കാൻ അജു നന്നായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഉപ്പാക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്നത് ഒന്നും മിച്ചം വെക്കാനില്ലായിരുന്നു. തൻ്റെ മകന്റെ മനസ്സ് നീറിപ്പോകുന്നത് ദൂരെ നിന്ന് ആ പാവം കോയാമൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ അദ്ദേഹം വെമ്പൽ കൊണ്ടു. അദ്ദേഹം മകനെ ആരും കാണാതെ അരികിൽ വിളിച്ചു. മോനെ, എന്തായി സ്വർണത്തിന്റെ കാര്യം? ഉപ്പ, അതൊക്കെ റെഡിയാവും. തൽക്കാലം 50,000 രൂപ കൊടുത്താൽ സ്വർണം കിട്ടും. ഞാൻ അതൊന്ന് നോക്കട്ടെ. ഉപ്പ, ഇങ്ങനെ വയ്യാതെ ഓടി നടക്കല്ലേ. മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. തൽക്കാലം മോൻ ഇതുകൊണ്ട് പോയി പണം വെക്ക്. ഉപ്പാന്റെ കയ്യിലേക്ക് അജു ഒന്ന് നോക്കി. വീടിന്റെ ആധാരം. ഉപ്പ, ഇതൊന്നും വേണ്ട ഉപ്പ, നമുക്ക് റെഡിയാക്കാം. ഇനി ഒരാഴ്ച കൂടെയുണ്ടല്ലോ. മോനെ, നീ ഞാൻ പറയുന്നത് കേൾക്ക്. ആരും അറിയണ്ട. നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ. നീ ചെല്ല് മോനെ. ഉപ്പ, എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ. നീ ചെല്ലടാ. മനസ്സില്ല മനസ്സോടെ വീടിന്റെ ആധാരം ഉപ്പാന്റെ കയ്യിൽ നിന്ന് വാങ്ങി അജു പുറത്തേക്ക് നടന്നു. തിരിഞ്ഞു നിന്ന് വീടൊന്ന് നോക്കി. ഉപ്പാന്റെ ഹൃദയമിടിപ്പാണ് ആ വീട്. ആ ഹൃദയമാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അല്ലാ, നീ പൊറുക്കണേ. അങ്ങനെ പൂമോളുടെ വിവാഹം വന്നെത്തി. മൈലാഞ്ചി ചോപ്പിന്റെ മൊഞ്ചോടെ പൂമോള് നിന്ന് തിളങ്ങി. തൻ്റെ അനിയത്തി തന്നെ വിട്ടുപോവുകയാണ്. ഓർത്തപ്പോൾ അജുവിന്റെ മനസ്സ് വിങ്ങിക്കരഞ്ഞു. ഇക്കാക്ക. പൂമോളുടെ വിളി കേട്ട് അജു നിറഞ്ഞു വന്ന കണ്ണ് തുടച്ച് തിരിഞ്ഞു നോക്കി. ആഹാ, മോള് മൊഞ്ചത്തിയായല്ലോ. ഇക്കാക്ക വാ, ഫോട്ടോസ് ഒന്നും എടുക്കണ്ടേ? എല്ലാവരും ഇക്കാക്കാൻ അന്വേഷിക്കുക. വാ. പൂമോളുടെ ക്ഷണം സ്വീകരിച്ചു. അവളുടെ പിന്നാലെ അവൻ നടന്നു. നിക്കാഹിന്റെ സമയം അടുത്തുകൊണ്ടിരുന്നു. അജുവിന്റെ മനസ്സ് ഓരോ നിമിഷം കഴിയുമ്പോഴും പൊട്ടിക്കരച്ചിലിന്റെ അങ്ങോളം എത്തിയിരുന്നു. എല്ലാം സഹിച്ചു. എല്ലാത്തിനും അവൻ സാക്ഷിയായി. പുതിയാപ്പിള്ള നിക്കാഹിനായി ഒരുങ്ങി. കോയാമുക്ക തന്റെ പൊന്നുമോളെ ചെക്കന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു. പെണ്ണിനെയും കൊണ്ട് വരന്റെ വീട്ടുകാർ പോകാനിറങ്ങി. ഉപ്പാനോടും ഉമ്മാനോടും പൂമോള് യാത്ര പറഞ്ഞു. 1000 ഉമ്മകൾ കൊണ്ട് അവളെ അവർ നെഞ്ചോട് ചേർത്തു. ഇനിയുള്ള യാത്ര പറച്ചിൽ അജുവിനോടാണ്. പൂമോൾ തന്റെ അരികിലേക്ക് വരുന്നത് കണ്ട് അജു മെല്ലെ കാല് പുറകോട്ട് വലിച്ചു. പക്ഷേ അവന്റെ കാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. ആരോ പിടിച്ചു വെച്ചതുപോലെ തോന്നി. ഇക്കാക്ക. പൂമോളുടെ വിളിയും കരച്ചിലും 2 കൈ കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചെന്ന് ഒരുമിച്ചായിരുന്നു. മോളെ, ഇക്കാക്കാന്റെ മോള് കരയരുത്. സന്തോഷത്തോടെ എൻ്റെ കുട്ടി ഇവിടുന്ന് ഇറങ്ങണം. അവളെ നെറ്റിയിൽ അവൻ മൃദുവായി ചുംബിച്ചു. മോള് ചെല്ല്. കണ്ടു നിന്നവരെല്ലാം ആ യാത്രയപ്പ് കണ്ട് നീങ്ങിപ്പൊട്ടി. അവളെ ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവന് ഓടുകയായിരുന്നു. ഇത്ര നേരവും താൻ പിടിച്ചു നിന്നു. ഇനിയും നിന്നാൽ താൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും. അങ്ങനെ പൂമോളുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വൈകുന്നേരം അസ്ർ നിസ്കാരം കഴിഞ്ഞ് വന്ന് കോയാമുക്ക വീടിന്റെ വരാന്തിലിരിക്കവേ ദൂരെ നിന്ന് ഒരാൾ വീടിന്റെ നേർക്ക് നടന്നടുക്കുന്നത് കണ്ടു. ഇൻഷാ അല്ലാഹ്
കഥയുടെ ബാക്കി ഭാഗം തുടരും. നല്ലത് പറയുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.